ഹായ് ഹലോ. എല്ലാവരുടെ ലൈഫിലും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത്. ഒരുപാട് സന്തോഷമുണ്ട്, എന്നാൽ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്താ കാര്യം എന്നുള്ളത് ഇനി വരും വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എപ്പോൾ യാത്ര പോയാലും നിലു ബേബി ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരിക്കാറ്. അവൾക്ക് അങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. വീഴത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അവള് അത് മാനേജ് ചെയ്ത് അവിടങ്ങ് നിന്നോളും. എത്ര നമ്മള് ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ വിളിച്ചാലും അവള് വരില്ല. പിന്നെ ഉറക്കമെങ്ങാനും വന്നാൽ മാത്രമേ എന്റെ അടുത്തേക്ക് വന്നിരിക്കാറുള്ളൂ. പിന്നെ നമ്മള് കാറില് പാട്ടൊക്കെ ഇട്ട സമയത്ത് ആള് അവിടെ നിന്നിട്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡില് പുഴയുണ്ടായിരുന്നു കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കലങ്ങിയ വെള്ളമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആൾക്ക് ഉറക്കം വന്നപ്പോഴത്തേക്കും പിന്നീട് നിലു ബേബി ഫ്രണ്ട് സീറ്റിലേക്ക് വന്നു കേട്ടോ. എന്റെ മടിയിലേക്ക് ഇരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. കണ്ണ് തുറന്നിട്ട് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ പോയ കാര്യം ആ, നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോ അതിന്റെ സന്തോഷത്തിൽ നമ്മൾ പിന്നെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ഏട്ടൻ പരിപ്പുവടയും അതുപോലെ തന്നെ കണ്ണൂരപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് മഞ്ച് വേണമെന്നും പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചപ്പോഴാണ് അത് വാങ്ങിക്കൊണ്ട് വന്നത്. അവള് മഞ്ച് കഴിക്കുന്നുണ്ട്, ഞാൻ പരിപ്പുവടയും കഴിക്കുന്നുണ്ട്. പരിപ്പുവട വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്, മഞ്ച് കഴിക്കുന്നത് കൊണ്ട്. പിന്നീട് ഏട്ടൻ വന്നപ്പോഴത്തേക്കും ഏട്ടന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. പെർളശ്ശേരി അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നിലു ബേബിക്ക് വേറെ എവിടെ പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്പലത്തിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം നമ്മൾ താമസിച്ചില്ല. അപ്പം തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്താമെന്ന് കരുതിയിട്ടാണ്.